നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം സീരീസിൽ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡാറ്റ സ്ട്രക്ചേഴ്സും, അതായത് അറേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, ട്രീ, സ്റ്റാക്ക് ആൻഡ് ക്യൂ അത് ത്രൂ ഇംപ്ലിമെന്റ് ചെയ്തു, ലിങ്ക്ഡ് ലിസ്റ്റ് ത്രൂ ഫൈനലി ഗ്രാഫ് എല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് അൽഗോരിതംസ് ആണ്. ഞാൻ ഈ ഡാറ്റ സ്ട്രക്ചർ എങ്ങനെയാണോ എടുത്തത് ആ സെയിം ഓർഡറിൽ തന്നെയാണ് അൽഗോരിതംസും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കസ്റ്റം അറേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ അറേനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ചാലഞ്ചസ് നമുക്ക് സോൾവ് ചെയ്യാം. അത് നമുക്ക് അൽഗോരിതംസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അറേനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും വരാറ് സ്ട്രിങ് ബേസ് ചെയ്തിട്ട്, അതായത് സ്ട്രിങ് റിവേഴ്സലോ അല്ലെ പാലിൻഡ്രോംസോ അതുപോലെ നമ്പർ റിവേഴ്സലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലേ. അപ്പൊ നമുക്ക് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അറേസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ എന്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രിങ് ആണല്ലേ, ഇതിനെ റിവേഴ്സ് ചെയ്യണം. അതായത് ഇതിന്റെ റിസൾട്ട് നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടണം. എങ്ങനെയാണ് ഒരു സ്ട്രിങ് റിവേഴ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമുക്ക് സിമ്പിൾ 3 സ്റ്റെപ്പിൽ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്ട്രിങ്ങിനെ നമ്മൾ അറേയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബിൽറ്റിൻ ആയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഡീലിമിറ്റർ പാസ് ചെയ്തെടുക്കുക. ആ ഡീലിമിറ്ററിനെ ബേസ് ചെയ്തിട്ട്, ഡീലിമിറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ട്രിങ്ങിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഒരു സ്ട്രിങ് എന്ന് വിചാരിച്ചു. ഓരോ ലെറ്ററും കഴിയുമ്പോൾ ഒരു കോമ ഉണ്ടെന്ന് വിചാരിച്ചു. ഈ സ്ട്രിങ്ങിൽ നമ്മുടെ ഓരോ ലെറ്ററിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റർ അല്ലേ, അത് ഇവിടെ കോമയാണ് അല്ലേ. ഞാൻ നേരത്തെ എടുത്ത ഒരു ഇതും ഇല്ല, അതായത് എനിക്ക് സെപ്പറേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ഒരു വേർഡ് ആണെങ്കിലോ അവിടെ നമുക്ക് എംപ്റ്റി ഡിലിമിറ്റർ കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ലെറ്ററിനെയും നമുക്ക് എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യും, അതായത് ഈ സ്ട്രിങ്ങിനെ അറേയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ റിവേഴ്സ് ഒക്കെ ചെയ്യാനാണെങ്കിൽ അവർ ഫസ്റ്റ് അതിനെ അറേയിലേക്ക് കൺവേർട്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിനെ റിവേഴ്സ് ചെയ്യുക. ഇതിന് ജാവാസ്ക്രിപ്റ്റിൽ തന്നെ അഗൈൻ ഒരു ബിൽറ്റ് ഇൻ മെത്തേഡ് ഉണ്ട്, റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അറേ ആയിരിക്കും. ഈ അരേനെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഫൈനൽ സ്റ്റെപ്പ് ബിൽറ്റ് ഇൻ മെത്തേഡ് ജോയിൻ യൂസ് ചെയ്തിട്ട് ഈ അരേനെ തിരിച്ച് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ആരോ ഫംഗ്ഷൻ എഴുതുവാണ് കേട്ടോ. കോൺസ്റ്റ് റിവേഴ്സ് സ്ട്രിങ് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. റിവേഴ്സ് ചെയ്യേണ്ട സ്ട്രിങ് ആയിരിക്കും എനിക്ക് അതിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇനി ഞാൻ ഈ റിവേഴ്സ് സ്ട്രിങ് മെത്തേഡിന് ഒരു കൺസോൾ ചെയ്യുവാണ്. റിവേഴ്സ് സ്ട്രിങ് മെത്തേഡിനെ ഒന്ന് കോൾ ചെയ്തിട്ട് ഞാൻ നേരത്തെ കൊടുത്ത എന്റെ നെയിം തന്നെ പാസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ coco.js വെച്ചിട്ട് ഒന്ന് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാലോ. ഇനി നമ്മളിവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് അരയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ അരയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡീലിമിറ്റർ എം ടി ഞാൻ ഒന്നും ഡീലിമിറ്റർ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം, ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഓരോ ലെറ്റേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ അരേ കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇതിനെ ബിൽറ്റ് ഇൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് റിവേഴ്സ് മെത്തേഡിനെ കോൾ ചെയ്ത് ഇതിനെ റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എഗെയിൻ ഒരു അരയാണ് കിട്ടിയത്. ആ അരയിൽ നമ്മുടെ ഈ ലെറ്റേഴ്സിനെ റിവേഴ്സ് നമ്മൾ അനുവിനെ പാസ് ചെയ്തപ്പോൾ UNA എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്തു. പക്ഷെ നമുക്ക് വേണ്ടത് സ്ട്രിങ് അല്ലേ. സോ ജോയിൻ മെത്തേഡിനെ കോൾ ചെയ്യാം. അപ്പൊ ജോയിൻ മെത്തേഡ് ഇതിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ ഫൈനൽ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ് ചെയ്തത് അനു ആയിരുന്നു, ഇവിടെ UNA കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണത്തിനെയും കൂടെ ഒന്നും കൂടെ റിവേഴ്സ് സ്ട്രിങ് മെത്തേഡിനെ കോൾ ചെയ്യാം. ഞാൻ ആപ്പിൾ എന്ന് പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ കണ്ടില്ലേ, ELPPA. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചലഞ്ച്. നമ്മളൊരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു, അതിനെ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്യാൻ ഇത് ഫസ്റ്റ് നമ്മൾ ഇതിനെ അരയിലേക്ക് കൺവേർട്ട് ചെയ്തു, അതിനെ റിവേഴ്സ് ചെയ്തു, ബിൽറ്റ് ഇൻ മെത്തേഡ് റിവേഴ്സ് ത്രൂ, അത് കഴിഞ്ഞ് ജോയിൻ മെത്തേഡ് ത്രൂ ഇതിനെ അരയിൽ നിന്ന് തിരിച്ച് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പാലിൻഡ്രോം ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പൊ C++ നിങ്ങൾ ബിഗിനർ ഒക്കെ ഇന്റർവ്യൂസിന് പോകുമ്പോൾ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ പാലിൻഡ്രോം എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം. ഇപ്പൊ നമ്മളൊരു സ്ട്രിങ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് മലയാളം എടുക്കാം. മലയാളം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ട്രിങ്ങിന്റെ റിവേഴ്സ് നമ്മൾ റിവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. റിവേഴ്സ് എടുക്കുമ്പോഴും സെയിം തന്നെയാണെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിനെയാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ മലയാളം ഒന്ന് തിരിച്ചു വായിച്ചു നോക്കിയേ, മലയാളം തന്നെയല്ലേ കിട്ടുക. അപ്പൊ ഈ ഒരു സ്ട്രിങ്ങിനെയാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അതേ ഞാൻ നേരത്തെ എടുത്ത എന്റെ പേരാണെങ്കിലോ നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ ഈ അനു എന്നല്ല കിട്ടുന്നത്. അപ്പൊ എന്താ, അത് പാലിൻഡ്രോം അല്ല. അപ്പോ ഒരു സ്ട്രിങ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റിവേഴ്സിൽ റീഡ് ചെയ്യുമ്പോഴും സെയിം സ്ട്രിങ് തന്നെയാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ അതാണ്
പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു സ്ട്രിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിന് ഇങ്ങനെയാണ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അത് പാലിൻഡ്രോം ആണെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ സ്ട്രിങ് റിവേഴ്സ് ചെയ്തില്ലേ അത് തന്നെ. അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു റിവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റിവേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഒറിജിനൽ സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ അത് പാലിൻഡ്രോം ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രോം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റിവേഴ്സ് കണ്ടുപിടിക്കുക നമ്മളിപ്പോ ചെയ്ത സെയിം സ്റ്റെപ്പ്. സ്പ്ലിറ്റ് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഫൈനലി ഈ സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യാം. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ സാധാരണ പോലെ തന്നെ ഒരു ആരോ ഫംഗ്ഷൻ എഴുതുവാണ്. പാലിൻഡ്രോം എന്നാണ് നെയിം കൊടുക്കുന്നത്. ഇൻപുട്ട് നമുക്ക് പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട സ്ട്രിങ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനെ എനിക്ക് റിവേഴ്സ് ചെയ്യണം. ഫസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുക, റിവേഴ്സ് ചെയ്ത് ഫൈനലി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോഴും ഡിലിമിറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡബിൾ കോട്ട് കൊടുക്കുക. ഇനി ഞാൻ ഫസ്റ്റ് ഇതിനെ ഒന്ന് ലോഗ് ചെയ്തിട്ട് പാലിൻഡ്രോം മെത്തേഡിനെ കോൾ ചെയ്ത് നമ്മൾ ആ മലയാളം പാസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഔട്ട്പുട്ട് മലയാളം തന്നെയാണ് കിട്ടുന്നത്, കാരണം ഇതിനെ റിവേഴ്സ് ചെയ്താലും സെയിം തന്നെയാണ്. ഫൈനൽ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം, സ്ട്രിങ്ങുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈക്വൽ ആണ്, അതായത് ഇത് പാലിൻഡ്രോം ആയതുകൊണ്ട് നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്തു. നമുക്ക് പാലിൻഡ്രോം അല്ലാത്ത ഒരു സ്ട്രിങ്ങും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ പേര് തന്നെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഫോൾസ് ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ അത് പാലിൻഡ്രോം ആണ്, ട്രൂ റിട്ടേൺ ചെയ്തു, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്തു. ഇങ്ങനെയാണ് നമുക്കൊരു സ്ട്രിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പാലിൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. മൂന്നാമത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹലോ വേൾഡ് എന്നോ എന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഈ സെന്റൻസിലെ ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഹലോ വേൾഡ്. അപ്പോ ഓരോ വേർഡും എടുക്കുക, ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി സപ്പോസ് നമുക്കിത് എൻറ്റയർ ക്യാപിറ്റൽ ലെറ്റർ തന്നെയെന്ന് വിചാരിച്ചോ. ഹലോ വേൾഡ് എന്നാണ് തന്നിട്ടുള്ളതെങ്കിലും ഇതിനെയും മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ എപ്പോഴും അപ്പർ കേസിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സെന്റൻസ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ക്യാപിറ്റലൈസ് ചെയ്യുന്നേ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ നമ്മൾ ഈ സ്ട്രിങ്ങിനെ എടുക്കണം, എന്നിട്ട് അതിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിപ്പോ ഓൾറെഡി ലോവർ കേസിലാണെങ്കിലും അപ്പർ കേസിലാണെങ്കിലും എന്ത് ചെയ്യണം? എല്ലാ ലെറ്റേഴ്സിനെയും എൻറ്റയർ വേർഡിനെ ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിന് നമുക്ക് ടു ലോവർ കേസ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ മെത്തേഡ് ഉണ്ട്, അത് തന്നെ യൂസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഈ സ്ട്രിങ്ങിനെ അരയിലേക്ക് കൺവേർട്ട് ചെയ്യണം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. അവിടെ നമ്മൾ ഇപ്പം ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഒരു സിംഗിൾ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യുമായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഇപ്പൊ ഇത്രയും നേരം നമുക്ക് ഡിലിമിറ്റർ ഉണ്ടായിരുന്നില്ല, കാരണം ഒരു വേർഡിലെ രണ്ട് ലെറ്റർ തമ്മിൽ പ്രത്യേകിച്ച് സ്പേസിങ്ങും അല്ല ഒരു ഡിലിമിറ്ററും ഇല്ലല്ലോ, സെപ്പറേറ്റേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒരു സെന്റൻസ് എടുക്കുമ്പോൾ സ്പേസ് ആയിരിക്കും അല്ലെ നോർമലി നമുക്ക് ഡിലിമിറ്റർ വരുന്നത്. അത് നിങ്ങളുടെ ഡിലിമിറ്റർ എന്താണോ അത് വെച്ചെടുക്കാം. ഞാൻ സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊരു വേർഡ് അരേ കിട്ടിയില്ലേ. ഇനി ഓരോ വേർഡിനെ എടുക്കുക, എന്നിട്ട് ആ വേർഡിൽ കൂടെ ലൂപ്പ് ചെയ്യുക. അതായത് ഓരോ വേർഡിൽ കൂടെയും ലൂപ്പ് ചെയ്യുക. ആ ഓരോ വേർഡിനെ എടുക്കുക, അതിനെ ഫസ്റ്റ് ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിന് നമുക്ക് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ടല്ലോ, അഗെയിൻ ബിൽറ്റ് ഇൻ മെത്തേഡ് ആണ് ജാവാസ്ക്രിപ്റ്റില്. പിന്നെ ഫൈനലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ഈ അരേനെ തിരിച്ച് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ആരോ ഫംഗ്ഷൻ എഴുതുവാണ്. ക്യാപിറ്റലൈസ് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും അവിടെ ഇൻപുട്ട്, ആ ഒരു സ്ട്രിങ് ആയിരിക്കും അവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്ട്രിങ് എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ഇതിനെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള ഒരു എൻറ്റയർ സെന്റൻസിനെ റിട്ടേൺ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, ഈ എൻറ്റയർ സ്ട്രിങ്ങിനെ ടു ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. കഴിഞ്ഞിട്ട് എല്ലാ ലെറ്റേഴ്സ് ലോവർ കേസിലേക്കായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ ഒരു എൻറ്റയർ സെന്റൻസിന് സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഓരോ വേർഡും കിട്ടി. ഇനി നമ്മൾ ഓരോ വേർഡിനെയും ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഓരോ വേർഡിലെയും ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ടു അപ്പർ കേസ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഓരോ വേർഡ് അരേ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആ വേർഡില് 0th എടുത്തിട്ട് ടു
അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ലെറ്റർ മാത്രമല്ലേ ഉള്ളൂ, അതിന്റെ കൂടെ അതിന്റെ റിമൈനിങ് ലെറ്റേഴ്സിനെയും കൂടെ അപ്പൻഡ് ചെയ്യണം അല്ലെ. സോ നമുക്ക് സ്ലൈസ് മെത്തേഡ്, അഗെയിൻ ബിൽറ്റ് ഇൻ മെത്തേഡ് ആണ് ജാവാസ്ക്രിപ്റ്റിലെ സ്ലൈസ് മെത്തേഡ്. സ്ലൈസ് മെത്തേഡ് ത്രൂ നമ്മൾ ഇൻഡെക്സ് കൊടുക്കുമ്പോൾ അതിന് പ്രീവിയസ് ഉള്ള ഇതിനെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഡെക്സിൽ നിന്ന് റിമൈനിങ് വേർഡിനെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലെറ്റർ നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, സോ അതിനെ ലീവ് ചെയ്യാം. ഡോട്ട് സ്ലൈസ് ഓഫ് ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റ് തൊട്ട് റിമൈനിങ് വേർഡ്സിനെ എടുക്കുക. ഇനി ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ജോയിൻ ചെയ്യും. ഈ ഒരു എൻറ്റയർ സെന്റൻസിനെ ജോയിൻ ചെയ്യും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാപിറ്റലൈസ് ഫംഗ്ഷനെ ഹലോ വേൾഡ് എന്ന് പാസ് ചെയ്തോളൂ. ഇവിടെ കണ്ടില്ലേ, ഫസ്റ്റ് 2 ലെറ്റർ ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഞാന് എല്ലാം നമുക്ക് ക്യാപിറ്റലിൽ കൊടുക്കാം. അപ്പോഴും കണ്ടില്ല, ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ എൻറ്റയർ സെന്റൻസിനെ ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. സ്പേസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേർഡ് അരേ കിട്ടും. ഓരോ വേർഡിനെ ഫസ്റ്റ് ലെറ്ററിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്ലൈസ് മെത്തേഡ് ത്രൂ റിമൈനിങ് ലെറ്റേഴ്സിനെയും കൂടെ എടുത്ത് ഇതിലേക്ക് അപ്പൻഡ് ചെയ്യുക. ഫൈനലി ഇതിനെ സ്ട്രിങ്ങിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്യുക. അതിന് ജോയിൻ മെത്തേഡ്, നമുക്കിവിടെ വേർഡ് അരേ ആയതുകൊണ്ട് സ്പേസ് വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. സോ ജോയിനിൽ ഡീലിമിറ്റർ സ്പേസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റില് റിക്കർഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോ. അത് നമുക്ക് മൾട്ടിപ്പിൾ വേയിൽ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലെ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഐട്രേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന റിക്കർസീവ് മെത്തേഡിൽ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അതായത് ഏറ്റവും ബെസ്റ്റ് കേസ് എന്താണോ ആ ഒരു സൊല്യൂഷൻ ആയിരിക്കും അതിന് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾ പ്രോബ്ലംസ് അല്ലേ, അപ്പൊ ഈ ഫാക്ടോറിയലോ അല്ലെങ്കിൽ ഫിബോണാച്ചി സീരീസ് ഒക്കെ എങ്ങനെയാണ് റിക്കർഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് ഫസ്റ്റ് എന്താണ് റിക്കർഷൻ എന്ന് അറിയണം അല്ലെ. അപ്പൊ നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് ടെക്നിക് വെയർ ഫംഗ്ഷൻ കോൾ ഇറ്റ്സെൽഫ്, അതാണ് മെയിൻ കാര്യം. എ ഫംഗ്ഷൻ കോൾ ഇറ്റ്സെൽഫ് ടു സോൾവ് എ സ്മോളർ ഇൻസ്റ്റൻസ് ഓഫ് സെയിം പ്രോബ്ലം. അപ്പൊ ഞാൻ ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പൊ നമ്മുടെ കോളേജിൽ നമ്മുടെ പ്രിൻസിപ്പൾ വന്നിട്ട് പറയുകയാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കൗണ്ട് വേണം എന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രിൻസിപ്പൾ നേരെ എല്ലാ ക്ലാസ്സിലും കയറിയിട്ട് സ്റ്റുഡൻസിന്റെ കൗണ്ട് എടുക്കുകയല്ലോ ചെയ്യുക. ഈ ഒരു ബിഗർ പ്രോബ്ലത്തിനെ സ്മോളർ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് നമ്മുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് HODs, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും HODsന് അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസിന്റെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഈ ടാസ്ക് അസൈൻ ചെയ്യും. എഗെയിൻ ഫർദർ HODs എന്ത് ചെയ്യും, ഓരോ കറസ്പോണ്ടിങ് സെഷനിലെയും ക്ലാസ്സസിലെയും ആ ക്ലാസ് ടീച്ചേഴ്സിന് എഗെയിൻ ഈ ടാസ്ക് അസൈൻ ചെയ്യും. അപ്പൊ ക്ലാസ് ടീച്ചേഴ്സ് ആണ് ഏറ്റവും ലോവർ ലെവല്. അവരെന്ത് ചെയ്യും, അവരവരുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ കൗണ്ട് എടുത്ത് HODക്ക് സബ്മിറ്റ് ചെയ്യും. HOD ഈ ഡിപ്പാർട്ട്മെന്റിലെ ടോട്ടൽ കൗണ്ട് എല്ലാ ക്ലാസ്സിലെയും കൂടെ ആഡ് ചെയ്ത് പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യും. ഫൈനലി പ്രിൻസിപ്പൽ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു കോളേജിൽ ടോട്ടൽ ഇപ്പൊ എക്സാമ്പിൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ 500 സ്റ്റുഡൻസ് കിട്ടുന്നെങ്കിൽ അതായിരിക്കും ആ ഒരു പ്രോബ്ലത്തിന്റെ ഫൈനൽ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ നടന്നത് എന്താ, ഈ ഒരു ബിഗർ പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് സ്മോളർ പ്രോബ്ലംസ് ആക്കി ഈ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് ഫൈനലി കമ്പൈൻ ചെയ്ത് ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തിയില്ലേ. ഇത് തന്നെയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മളൊരു ക്രൈറ്റീരിയ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്കൊരു പ്രോബ്ലം സോൾവിങ് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആ സൊല്യൂഷനെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യും, അതാണ് റിക്കർഷൻ. ഇപ്പൊ റിക്കേഷന് ബേസിക്കലി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്നാമത്തത് ഒരു ബേസ് കണ്ടീഷൻ ഉണ്ടാവണം. നമ്മൾ സെയിം ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുമല്ലേ, അപ്പൊ അവിടെ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പ് ഫോം ചെയ്യും. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഈ ഒരു റിക്കർഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിന് ആ ഒരു റിക്കർഷന്റെ ഇൻഫൈനൈറ്റ് കോൾസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് ബേസ് കേസ്. രണ്ടാമത്തേത് റിക്കർസീവ് കേസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്മോളർ ഇൻസ്റ്റൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫംഗ്ഷൻ അതിനെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കോൾ ചെയ്യും, അതിന്റെ കൂടെ അതിന്റെ സൊല്യൂഷനും ഉണ്ടാവും.
അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. റിക്കർഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. പക്ഷെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഇത് യൂസ്ഫുൾ ആവും, എസ്പെഷ്യലി കമ്പനീസിലൊക്കെ പോകുമ്പോൾ. അപ്പൊ നമുക്ക് ഫാക്ടോറിയൽ വെച്ചിട്ട് ഈ ഒരു റിക്കർഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫാക്ടോറിയൽ എന്താണെന്ന് അറിയണം അല്ലെ. ഫാക്ടോറിയൽ എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 3 ഫാക്ടോറിയൽ എടുക്കാം. അപ്പൊ 3 ഫാക്ടോറിയലിൽ ഒരു എക്സ്ക്ലാമേഷൻ സൈൻ ആണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിള്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാല് 0 ഫാക്ടോറിയൽ ഓൾവേസ് 1 ആയിരിക്കും. 0ന്റെ ഫാക്ടോറിയൽ ഓൾവേസ് 1 ആയിരിക്കും. 1 ഫാക്ടോറിയലും 1 ആയിരിക്കും. അപ്പം ഒന്നെങ്കിൽ 0 ഫാക്ടോറിയൽ വരെ അല്ലെങ്കിൽ ആ നമ്പർ മുതൽ 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താണോ റിസൾട്ട് കിട്ടുന്നത് അതാണ് ആ നമ്പറിന്റെ ഫാക്ടോറിയൽ. അതായത് ഇപ്പൊ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇനി 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പൊ ആ നമ്പർ മുതൽ 1 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഒരു ബേസിക്കലി ഒരു നമ്പറിന്റെ ഫാക്ടോറിയൽ. അപ്പൊ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാലോ. ഇപ്പൊ ഞാൻ ആദ്യം ഒരു ആരോ ഫംഗ്ഷൻ എഴുതുവാണ്, ഫാക്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഏത് നമ്പറിന്റെ ആണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ആയിരിക്കും ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഫാക്ടോറിയൽ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബേസ് കേസ് എഴുതണം അല്ലെ. എപ്പോഴാണ് ഇത് ടെർമിനേറ്റ് ചെയ്യേണ്ടത്? എന്നിന്റെ വാല്യൂ ഒന്നെങ്കിൽ 0യോ അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ 1ഓ ആവുമ്പോൾ നമുക്ക് ഈ കോള് ടെർമിനേറ്റ് ചെയ്യാം. കാരണം നമുക്ക് 1 വരെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഈ 2 വാല്യൂവിന്റെ ഫാക്ടോറിയൽ 1 ആയതുകൊണ്ട് നമുക്ക് 1 റിട്ടേൺ ചെയ്യാം. ഇതാണ് ഇതിന്റെ ബേസ് കേസ്. അതായത് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന n മുതൽ 1 വരെ അല്ലെങ്കിൽ 0 ഫാക്ടോറിയൽ വരെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അതിന്റെ ബേസ് കേസ് എന്തായിരിക്കും? അതിന്റെ എന്നിന്റെ വാല്യൂ 1ഓ 0യോ ആവുമ്പോൾ 1 റിട്ടേൺ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിക്കേഴ്സീവ് കേസ് എഴുതണം. ഇപ്പൊ റിക്കേഴ്സീവ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യണം, കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുകയും ചെയ്യണം. അപ്പൊ എന്നിന്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. തൊട്ട് പ്രീവിയസ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത 5 ആണെങ്കിൽ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ആയിരിക്കും. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എഗെയിൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ, 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ, അത് കഴിഞ്ഞ് 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 ഫാക്ടോറിയൽ. ഇവിടെ 1 എത്തി, കണ്ടീഷൻ ടെർമിനേറ്റ് ആയി, ഫൈനൽ റിസൾട്ട് റിട്ടേൺ ചെയ്തോളൂ. ഇനി നമുക്ക് ആദ്യം ഈ ഫാക്ടോറിയലിനെ കോൾ ചെയ്തിട്ട് 3 പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം 6 ആയിരിക്കും അതിന്റെ റിസൾട്ട്. coco.js എന്ന് റൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുവാണ്. 6 വന്നു. ഇനി നമുക്ക് അഗെയിൻ വേണമെങ്കിൽ ഒരു നമ്പറും കൂടെ ചെക്ക് ചെയ്യാം. ഫാക്ടോറിയൽ ഓഫ് 4 24. ഇപ്പൊ ക്ലിയർ ആയല്ലേ? ഇതാണ് ബേസിക്കലി റിക്കർഷൻ എന്ന് പറയുന്നത്. അതിനൊരു ബേസ് കേസ് ഉണ്ടാവും, ഒരു റിക്കർസീവ് കേസ് ഉണ്ടാവും. ഈ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്ത് സ്മോളർ സൊല്യൂഷൻസ്, സ്മോളർ ഇൻസ്റ്റൻസിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക. അതാണ് റിക്കർഷൻ. അപ്പൊ ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ റിക്കർഷൻ മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എയ്തർ റിക്കർഷൻ ഓർ ഐട്രേറ്റീവ് മെത്തേഡിൽ ഈ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ഐട്രേറ്റീവ് മെത്തേഡിൽ ഫാക്ടോറിയൽ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഒരു ഫോർ ലൂപ്പ് എടുക്കുക, n തൊട്ട് n-1 വരെ 1 വരെ ലൂപ്പ് ചെയ്യുക. ഓരോ എന്നിനെയും എന്ത് ചെയ്യുക, അതിന്റെ തൊട്ട് പ്രീവിയസ് n-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 എത്തുമ്പോൾ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും, നമുക്ക് ആ നമ്പറിന്റെ ഫാക്ടോറിയൽ കിട്ടും. ഓക്കെ, അപ്പൊ റിക്കേഴ്ഷൻ നമ്മൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ റിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മറ്റേത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് വേറൊരു ലോങ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഫിബോണാച്ചി സീരീസ് റിക്കർഷനിൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഫിബോണാച്ചി സീരീസ് എന്താ? ഫിബോണാച്ചി സീക്വൻസ് ഇസ് എ സീരീസ് വെർ ഈച്ച് നമ്പർ ഇസ് എ സം ഓഫ് 2 പ്രിസീഡിംഗ് വൺസ്. അതായത് ഫിബോണാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഫസ്റ്റ് 2 നമ്പേഴ്സ് 0 1 ആണെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ പ്രീവിയസ് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതായിരിക്കും. 0 + 1 1 ആയതുകൊണ്ട് അടുത്ത നമ്പർ 1 ആയിരിക്കും. ഇനി അടുത്ത നമ്പർ എന്താ? അതിന്റെ പ്രീവിയസ് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. 1 + 1 2, 2 + 1 3, 3 + 2 5. ഇതായിരിക്കും ഒരു ഫിബോണാച്ചി സീരീസ്. അതായത് ഒരു നമ്പർ എടുത്താൽ ആ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള 2 നമ്പേഴ്സിന്റെ സം ആയിരിക്കും. ഇപ്പൊ ഇതിനകത്ത് തന്നെ ക്ലിയർ ആണ്. 5 എന്ന് പറയുന്നത് 2-ന്റെയും 3-ന്റെയും സമ്മാണ്. 3 എന്ന് പറയുന്നത് 2-ന്റെയും 1-ന്റെയും സമ്മാണ്.
ഇതാണ് ബേസിക്കലി ഫിബോണാച്ചി സീരീസ്. അപ്പൊ നമ്മളിപ്പം ഫാക്ടോറിയൽ കണ്ടുപിടിച്ച പോലെ തന്നെ എങ്ങനെയാണ് ഫിബോണാച്ചി സീരീസ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ അഗെയിൻ ഞാനൊരു ആരോ ഫംഗ്ഷൻ എഴുതുവാണ്, നെയിം കൊടുക്കുന്നത്. അപ്പം എത്ര നമ്പർ ഓഫ് നമ്പേഴ്സ് വേണോ ഈ ഒരു സീരീസിൽ അതായിരിക്കും ഞാൻ എന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എഗെയിൻ എന്ത് ചെയ്യണം, റിക്കർഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബേസ് കണ്ടീഷൻ എഴുതണം, ബേസ് കേസ് എഴുതണം. ബേസ് കേസ് എന്തായിരിക്കും, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇഫ് ഓഫ് എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, 0 റിട്ടേൺ ചെയ്യുക. ഇഫ് ഓഫ് എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്ത് ചെയ്യുക, 1 റിട്ടേൺ ചെയ്യാം. അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ n നമ്പേഴ്സിന്റെ എന്നിന്റെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു. ഫിബോണാച്ചി സീരീസ് എന്തായിരിക്കും, n-1ന്റെയും n-2ന്റെയും നമ്മൾ നേരത്തെ എടുത്ത സെയിം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 0, 1, 1, 2, 3, 5. അപ്പൊ ഇപ്പൊ 5 ആണ് വരുന്നതെങ്കിൽ 5 എന്ന് പറയുന്നത് ഈ തൊട്ട് 2 പ്രീവിയസിന്റെ ഫിബോണാച്ചിന്റെ സം ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് n-1ന്റെയും n-2ന്റെയും കൂടെ സം ആയിരിക്കും. അപ്പൊ നമ്മള് 0യിൽ എത്തുമ്പോൾ 0 തന്നെ റിട്ടേൺ ചെയ്യാം, 1ൽ എത്തുമ്പോൾ 1ഉം റിട്ടേൺ ചെയ്യാം. അപ്പൊ ബേസ് കണ്ടീഷൻ എഴുതി. നെക്സ്റ്റ് നമുക്ക് റിക്കർസീവ് കണ്ടീഷൻ എഴുതണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ റിക്കർസീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിബോണാച്ചി സീരീസ് ഓഫ് ഗിവൺ നമ്പർ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് ഫിബോണാച്ചി ഓഫ് n-1 പ്ലസ് ഫിബോണാച്ചി ഓഫ് n-2 ആയിരിക്കും. നമുക്ക് അഗെയിൻ ഇതിന് കോൾ ചെയ്യാം, ഫിബോണാച്ചി ഓഫ് 6 പാസ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതെന്താണ്, ഇപ്പൊ ഇവിടെ 5 നമ്പേഴ്സ് അല്ലേ. ഇപ്പൊ 6, 5 + 3 8, അതാണ് നമുക്ക് 8 വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സീരീസ് ആയിട്ടും ഇത് പ്രിന്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സം ചെയ്ത് റിട്ടേൺ ചെയ്തിട്ടുള്ളതാണ്. അതിന് പകരം ഓരോ നമ്പേഴ്സ് ആയിട്ട് കിട്ടുമ്പം അങ്ങനെയും വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള എന്ത് ചെയ്യുന്നത്, ആ സീരീസിലെ നമ്പർ ഫൈൻഡ് ചെയ്യുന്നത് ഫിബോണാച്ചി സീരീസിൽ. നെക്സ്റ്റ് നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം സീരീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് സോർട്ടിങ്സ് എങ്ങനെയാന്ന് നോക്കാം. സോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു സെറ്റ്, ഒരു അറേ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 5, 3, 4, 1, 2 ഈ 5 എലമെന്റ്സ് ഉള്ള ഒരു അറേ എടുക്കുകയെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഏതൊരു ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലോ അസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. അതാണല്ലോ ബേസിക്കലി സോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത് 4 ടൈപ്പ് സോർട്ടിംഗ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, മെർജ് സോർട്ട്. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓരോ സോർട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിഗിനേഴ്സിന് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ബബിൾ സോർട്ട് ആണ്. ബബിൾ സോർട്ട് ഏറ്റവും സിമ്പിൾ ആണ്, അതുപോലെ തന്നെ ഏറ്റവും പുവർ സോർട്ടിംഗ് അൽഗോരിതം ആണ് കേട്ടോ. അതായത് കമ്പാരിറ്റീവ്ലി പ്രിഫർ ചെയ്യാത്തതാണ്, പക്ഷെ നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ഈ ഒരു ബബിൾ സോർട്ടിംഗിലാണ്. ഓക്കെ, അപ്പം സോർട്ടിംഗ് നമ്പറിന് നമ്മളോട് എടുക്കുന്ന ഡാറ്റ സ്ട്രക്ചർ അറേയാണ്. ഇതിലെ എലമെന്റ്സ് നമ്മൾ ഏതൊരു അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അത് നമുക്ക് ഈ അറേ തന്നെ എടുക്കാം. ഈ 5 എലമെന്റ് ഉണ്ട്, ഇത് നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ബബിൾ സോർട്ട് ത്രൂ ആണ് ഇത് ചെയ്യുന്നത്. എന്താണ് ബബിൾ സോർട്ട് എന്ന് വെച്ചാൽ, ബബിൾ സോർട്ട് ഈസ് എ സിമ്പിൾ സോർട്ടിംഗ് അൽഗോരിതം ദാറ്റ് റിപ്പീറ്റ്ലി സ്റ്റെപ്സ് ത്രൂ ദി ലിസ്റ്റ്. അപ്പൊ നമ്മളിവിടെ അറേയിൽ കൂടിയാണ് എന്താ റിപ്പീറ്റ് ചെയ്യുന്നത്. കമ്പയർ അഡ്ജസന്റ് എലമെന്റ്സ് ആൻഡ് സ്വാപ്പ് ദം ഇഫ് ദേ ആർ ഇൻ എ റോങ് ഓർഡർ. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, അസെൻഡിങ് ഓർഡറിലെ നമുക്ക് ഈ അറേനെ ആക്കേണ്ടത്. അഡ്ജസന്റ് ആയിട്ടുള്ള 2 എലമെന്റ്സിനെ കമ്പയർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് 2 എലമെന്റ്സ് എടുക്കും, അഡ്ജസന്റ് എലമെന്റ്സിനെ കമ്പയർ ചെയ്യും. അപ്പൊ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ റോങ് ഓർഡർ അല്ലേ, കാരണം അസെൻഡിങ് ഓർഡറിൽ എപ്പോഴും പ്രീവിയസ് എലമെന്റ് നെക്സ്റ്റ് എലമെന്റിനേക്കാളും ലെസർ ആവണം. അങ്ങനെ വരുമ്പം ഇതിനെ സ്വാപ്പ് ചെയ്യും. അതായത് 5ന്റെ പൊസിഷനിലേക്ക് 3യും 3ന്റെ പൊസിഷനിൽ 5 സ്വാപ്പിംഗ് നടത്തും. ഇൻ കേസ് അത് കറക്റ്റ് ആണെങ്കിൽ ആസ് ഇറ്റ് ഈസ് അങ്ങനെ വെച്ചിട്ട് നെക്സ്റ്റ് 2 എലമെന്റ്സിനെ കമ്പയർ ചെയ്യാൻ പോകും. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിന്റെ വർക്ക്. അഡ്ജസ്റ്റന്റ് എലമെന്റ്സിനെ കമ്പയർ ചെയ്ത് റോങ് ഓർഡർ ആണെങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യും. ഈ എൻറ്റയർ ലിസ്റ്റ് സോർട്ടഡ് ആകുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും.
ഞാൻ ബബിൾ സോർട്ട് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം നമ്മൾ ഈ അറേ എടുക്കും, എന്നിട്ട് ഫസ്റ്റ് പാസ്, അതായത് അരേന്റെ ഫസ്റ്റ് എലമെന്റ് തൊട്ട് ലാസ്റ്റ് എലമെന്റ് വരെ ഞാൻ ഈ പറഞ്ഞ കമ്പാരിസൺ നടത്തും. അപ്പൊ ആദ്യം 5ഉം 3ഉം എടുക്കും, ഗ്രേറ്റർ ആയതുകൊണ്ട് സ്വാപ്പ് ചെയ്യും. അടുത്ത 2 എലമെന്റ്സ്, അപ്പൊ ഈ 5ന്റെ പൊസിഷനിൽ 3ഉം 3ന്റെ പൊസിഷനിൽ 5ഉം വന്നു, 5ഉം 4ഉം കമ്പയർ ചെയ്യും. എഗെയിൻ 5 ഗ്രേറ്റർ ആണ്, 5 മൂവ് ചെയ്യും. എഗെയിൻ 5ഉം 1ഉം എഗെയിൻ ഗ്രേറ്റർ ആണ്, അതിനെ സ്വാപ്പ് ചെയ്യും. പിന്നെ 1ഉം 2ഉം ഉണ്ടാവും, അത് സോറി 5ഉം 2ഉം ഉണ്ടാവും. എഗെയിൻ അത് ഗ്രേറ്റർ ആയതുകൊണ്ട് 5 എന്ത് ചെയ്യും, ലാസ്റ്റിലേക്ക് വരും. അപ്പം അരേന്റെ എൻഡിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള സെർച്ചിൽ ആ ഒരു സോർട്ടിങ് ഒരു പാസില് എന്തെങ്കിലും സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടോന്ന്. ഇപ്പൊ ഇവിടെ എല്ലാ സ്റ്റെപ്പിലും സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അതായത് എഗെയിൻ സെക്കൻഡ് പാസിലേക്ക് ഇപ്പൊ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 5 3 4 5 1 2 ഈ സോറി ഇത് നമ്മൾ ഇവിടെ എടുത്ത അരയെ മാറിപ്പോയി. ഈ അരയിലെ നമ്മൾ സോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അരയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അരേനെ എഗെയിൻ നമ്മൾ ഫസ്റ്റ് എലമെന്റ് തൊട്ട് ഫസ്റ്റ് 2 എലമെന്റ്സിനെ കമ്പയർ ചെയ്യും, നെക്സ്റ്റ് 2 എലമെന്റ്സിനെ കമ്പയർ ചെയ്യും. അങ്ങനെ എഗെയിൻ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പൊ ആദ്യത്തെ 2 എലമെന്റ് കമ്പയർ ചെയ്യുമ്പോൾ 3ഉം 1ഉം ചെക്ക് ചെയ്യുക. 3ഉം 1ഉം ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രേറ്റർ ആണ്, സ്വാപ്പ് ആവശ്യമുണ്ട്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റ നോക്കണ്ട കേട്ടോ, അത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോ എലമെന്റ്സ് ആയിട്ട് എഗെയിൻ കമ്പയർ ചെയ്യും. ഈ എൻറ്റയർ പ്രോസസ്സിൽ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടോ നോക്കും, നടന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യും, പിന്നെയും നമ്മൾ ഇതിനൊരു പാസ് ട്രീ ചെയ്യണം. അങ്ങനെ ഫൈനലി നമ്മൾ എത്തുമ്പം ലാസ്റ്റ് ഓരോ പ്രാവശ്യം അരേന്റെ എൻഡ് എത്തുമ്പോഴും ഈ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് സോർട്ടിംഗ് വർക്ക് ചെയ്യണം. അതായത് അരേന്റെ ഓരോ 2 എലമെന്റ്സിനെ എടുത്ത് കമ്പയർ ചെയ്ത് സ്വാപ്പ് ചെയ്യണം. ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിക്കഴിയുമ്പം എല്ലാ എലമെന്റ്സും ഇൻ ഓർഡർ ആയി, ഒരെണ്ണത്തിലും സ്വാപ്പിംഗ് നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സോർട്ടിംഗ് പ്രോസസ്സ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ബബിൾ സോർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി അഡ്ജസ്റ്റന്റ് 2 എലമെന്റ്സിനെ കമ്പയർ ചെയ്ത് റോങ് ഓർഡർ ആണെങ്കിൽ അതിനെ സ്വാപ്പ് ചെയ്യുന്നതാണ്. ഓരോ പ്രാവശ്യം എൻറ്റയർ എലമെന്റ്സ് കൂടെ ഐട്രേറ്റ് ചെയ്യും, സ്വാപ്പ് ചെയ്യും. ഓരോ പ്രാവശ്യം നമ്മൾ ഈ അരേന്റെ എൻഡ് റീച്ച് ആയി കഴിയുമ്പോൾ പ്രീവിയസ് സോർട്ടിംഗ് പ്രോസസ്സിൽ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ എഗെയിൻ ഈ സോർട്ടിംഗ് പ്രോസസ്സ് അരേന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ചെയ്യും. എഗെയിൻ ഈ ഒരു ചെക്കിംഗ് നടത്തും. അങ്ങനെ എന്താ പറയാ, ഫൈനൽ അതായത് സോർട്ടഡ് ആയി കഴിയുമ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ പിന്നെ നമുക്ക് സോർട്ട് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഈ സോർട്ടിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണു അല്ലെ? ഇനി കോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പൊ ഞാൻ ബബിൾ സോർട്ട് എന്ന് പറഞ്ഞിട്ട് ആസ് യൂഷ്വൽ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ബബിൾ സോർട്ട് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കേണ്ടത്. അരയാണല്ലോ നമ്മുടെ ഇൻപുട്ട്, അപ്പൊ അരയെ നമുക്ക് ഇൻപുട്ട് വരും. ഇനി ഫസ്റ്റ് ഞാൻ ഈ അരേന്റെ എലമെന്റ്സ് കൂടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആദ്യം ആ ഫസ്റ്റ് സോർട്ടിങ് നടത്താം. അതായത് നമുക്ക് ആ സെക്കൻഡ് ലെവൽ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള ചെക്കിംഗ് ഒക്കെ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ അരേന്റെ എൻറ്റയർ എലമെന്റ്സ് കൂടെ സ്വാപ്പ് ചെയ്യുവാണ്. അപ്പൊ i = 0, i ലെസ് ദാൻ അരേന്റെ ടോട്ടൽ നമ്പർ ഓഫ് ലെങ്ത് എത്രയാണോ അത് -1 ആയിരിക്കുമല്ലോ, i++. ഇനി നമ്മൾ എന്ത് ചെയ്യും, 2 എലമെന്റ്സിനെ കമ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു. അരേ ഓഫ് ഐനെ ഐ ഗ്രേറ്റർ ആണോ, അരേ ഓഫ് i+1 നോക്കും. ഗ്രേറ്റർ ആണെങ്കിൽ നമ്മളത് സ്വാപ്പ് ചെയ്യണം. സാധാരണ നമ്മൾ സ്വാപ്പ് ചെയ്യുന്ന ഇങ്ങനെയാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാനൊരു ടെമ്പററി വേരിയബിളിലേക്ക് ഈ ഒരു ഐന്റെ എലമെന്റ് നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് മാറ്റേണ്ട എലമെന്റിനെ എടുത്ത് വെക്കുവാണ്. എന്നിട്ട് ഈ ഐന്റെ പൊസിഷനിലേക്ക് എന്താ വരേണ്ടത്, i+1 ഇപ്പം എന്താണോ ഉള്ളത് അത് വരണം അല്ലെ, i+1 വരണം. എന്നിട്ട് ഈ i+1 ഐയിലുള്ള വാല്യൂ നമ്മളിപ്പോ എന്താ എടുത്തു വെച്ചിരിക്കുന്നത്, ഒരു ടെമ്പററി വേരിയബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ടെമ്പററി വേരിയബിളിലെ വാല്യൂ അസൈൻ ചെയ്യണം. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ ഈ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. ആദ്യത്തെ 2 നമ്പർ കമ്പയർ ചെയ്യുന്നു, ഐയും i+1ഉം. i+1 i+1 ഗ്രേറ്റർ ആണ്. സോ ആ ഒരു ടെമ്പററി വേരിയബിളിൽ 5 എടുത്തു വെച്ചിട്ട് 5ന്റെ പൊസിഷനിലേക്ക് 3 വന്നു. എന്നിട്ട് ടെമ്പററി വേരിയബിളിലുള്ള വാല്യൂ എടുത്ത് i+1 അതായത് 3ന്റെ പൊസിഷനിൽ കൊണ്ടുവന്നു വെച്ചു. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇത്
ഒരു ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവൂലേ, അതായത് 5-3, അത് കഴിഞ്ഞിട്ട് 5-4, അത് കഴിഞ്ഞ് 5-1, 5-2, ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നമുക്ക് ആ ഒരു സ്റ്റെപ്പിൽ ഈ ഒരു കംപ്ലീറ്റ് അറേ സോർട്ട് ആവില്ല. നമുക്ക് 2-3 പ്രാവശ്യം ഇതിനെ സോർട്ട് ചെയ്യണം. അതായത് ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ, സ്വാപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഈ എൻറ്റയർ അറേ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെയും സോർട്ട് ചെയ്യണം. സോ നമുക്ക് സ്വാപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വാപ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൂലിയൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഫാൾസ് ആയിട്ട് എന്റെ വാല്യൂ അസൈൻ ചെയ്യുവാണ്. ഇനി ഞാന് ഡു വൈൽ ലൂപ്പ് എടുക്കുകയാണ്. ഡു വൈൽ ലൂപ്പിന്റെ പ്രത്യേകത എന്താ, അറ്റ്ലീസ്റ്റ് 1 എന്തായാലും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാലും ഇല്ലെങ്കിലും എക്സിക്യൂട്ട് ആവും. എന്നിട്ട് സ്വാപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. സോ ഞാൻ സ്വാപ്ഡ് എന്ന് പറഞ്ഞിട്ട് വൈലിൽ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇനി ലൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്വാപ്ഡ് എന്ത് ചെയ്യും, ഫാൾസ് ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ സ്വാപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ സ്വാപ്ഡ് വേരിയബിളിനെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ എന്താ, ഇവിടെ ട്രൂ ആയി. അപ്പൊ ഫസ്റ്റ് വന്നു, സ്വാപ്പിംഗ് നടന്നിട്ടുണ്ട്, എഗെയിൻ സ്വാപ്പിംഗ് നടക്കും, തേർഡ് ഫോർത്ത്. ഇപ്പൊ നമ്മുടെ കേസിലാണെങ്കിൽ എന്താ, ഫോർത്ത് പാസ് ആകുമ്പോഴത്തേക്കും എല്ലാ എലമെന്റ്സും സ്വാപ്പായി. നോ സ്വാപ്പ്, അപ്പൊ ഈ ഈഫിന്റെ ഉള്ളിൽ കയറൂല, നോ സ്വാപ്പ് ആയതുകൊണ്ട് ഇത് എക്സിറ്റ് ആയിക്കോളും. ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സോർട്ട് ചെയ്തിരിക്കുന്ന അറേനെ റിട്ടേൺ ചെയ്യാം. ഓക്കെ, കൺസോൾ ലോഗ് ചെയ്യുവാണ്. നമ്മുടെ ബബിൾ സോൾട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മുടെ ഈ അരയില്ലേ, സ്റ്റാർട്ടിങ്ങിലുള്ള അൺസോർട്ടഡ് ആയിട്ടുള്ള അരേ, ആ അരേനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ കണ്ടില്ലേ, 1 2 3 4 5 കറക്റ്റ് സോർട്ട് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം, അരേ വരും, അരേ വന്ന് ഫസ്റ്റ് തൊട്ട് എൻഡ് വരെയുള്ള 2 എലമെന്റ്സിനെ കമ്പയർ ചെയ്ത് അതിനെ സ്വാപ്പ് ചെയ്യും. സ്വാപ്പിംഗ് നടന്നിട്ടുള്ളത് ട്രൂ ആയതുകൊണ്ട് എഗെയിൻ അരേന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ സ്വാപ്പ് ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പ് എത്തുമ്പോൾ എല്ലാ എലമെന്റ്സും സ്വാപ്പ് ആവും, ഈഫിന്റെ ഉള്ളിൽ കയറൂല. ദാറ്റ് ഈസ് ഈ സ്വാപ്പിഡിന്റെ വാല്യൂ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. സോ എന്ത് ചെയ്യാം, നമുക്ക് അരേനെ ഈ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്ത് അരേനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ബബിൾ സോർട്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത സോർട്ട് ഇൻസേർഷൻ സോർട്ട് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് ഓൾമോസ്റ്റ് ബബിൾ സോർട്ടിനോട് ഈക്വൽ ആണ്, പക്ഷെ ഇതിന്റെ പ്രോസസ്സ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആവും. അതായത് ബബിൾസ് ഇൻസേർഷൻ സോർട്ട് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ എലമെന്റ് അറ്റ് എ ടൈം ആണ് എടുക്കുക. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത സെയിം അരേ തന്നെ എടുക്കാം. ഇവിടെ നമ്മൾ ഇപ്പൊ അരേനെ എടുക്കുകയാണെങ്കിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഒരു സോർട്ടഡ് പോർഷനും ഒരു അൺസോർട്ടഡ് പോർഷനും ആയിട്ട് എടുക്കും. അപ്പം സാധാരണ നമ്മൾ ഫസ്റ്റ് എലമെന്റിനെയാണ് സോർട്ടഡ് എലമെന്റ് പോർഷൻ ആയിട്ട് എടുക്കുന്നത്. അതായത് അസ്യൂം ചെയ്യുക ഫസ്റ്റ് എലമെന്റ് സോർട്ടഡ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് പിന്നെ ഇതിന്റെ ബാക്കിയുള്ളത് അതിന്റെ അൺസോർട്ടഡ് പോർഷൻ ആയിരിക്കും. ഇതിന്ന് ഓരോ എലമെന്റിനെയും ഇതിന്റെ സോർട്ടഡ് പോർഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ, അതായത് റൈറ്റോ ലെഫ്റ്റോ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ സെയിം അരേ തന്നെ എടുക്കാം. അസ്യൂം ചെയ്യുന്നു ഫസ്റ്റ് എലമെന്റ് സോർട്ടഡ് ആണെന്ന്, എന്നിട്ട് നമ്മൾ സെക്കൻഡ് എലമെന്റ് എടുക്കുന്നു. ഇവിടെ സെക്കൻഡ് എലമെന്റ് 3 ആണല്ലേ. അപ്പൊ ഫസ്റ്റ് ഫേസ് വരിക, 3 5നേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ല, ലെസ്സർ ആണ്, അതായത് 5 ആണ് ഇവിടെ ഗ്രേറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അൺസോർട്ടഡ് ഫോർമാറ്റിലാണ്, അസെൻഡിങ് ഓർഡറിലല്ല, നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യണല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മള് ഈ 5നെ 3ന്റെ പൊസിഷൻ, അതായത് ഈ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പം ഇവിടെ 2 പൊസിഷനിലും 5 ആയി. പിന്നെ അതിന്റെ അപ്പുറത്ത് എലമെന്റ് ഒന്നും നമുക്ക് പ്ലേസ് ചെയ്യാനില്ല, മീൻസ് കമ്പയർ ചെയ്യാനില്ലാത്തത് കൊണ്ട് 3നെ എന്ത് ചെയ്യണം, അപ്പം ഈ 5നെ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അതാണ് ഇവിടെ 2 5 ഉള്ളത്. പിന്നെ ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ എലമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്ത എലമെന്റിനെ കറക്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യണം. അതായത് നമ്മൾ 5 ഇപ്പൊ ഇവിടെ ഇല്ല, ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് 3നെ പ്ലേസ് ചെയ്തു. അപ്പൊ നമുക്ക് ഫസ്റ്റ് 2 എലമെന്റ്സ് കറക്റ്റ് സോർട്ടഡ് ഓർഡർ ആയി. ഇനി നമ്മൾ അടുത്ത ഫേസിലേക്ക് പോവുക. അപ്പൊ അടുത്ത ഫേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു അരേ ആയിരിക്കും പോകുന്നത്. നമുക്ക് 3ഉം 5ഉം ഇത് സോർട്ടഡ് പൊസിഷൻ, സോർട്ടഡും ഇത് അൺസോർട്ടഡും ആണ്. നമ്മൾ അടുത്തത് 4നെ എടുക്കും. 4നെ എടുത്തിട്ട് ഇതുപോലെ തന്നെ സോർട്ടഡ് ലെഫ്റ്റ് ടു റൈറ്റ് സോർട്ടഡ് എലമെന്റ്സിനെ കമ്പയർ ചെയ്യും. അപ്പൊ 5 4നേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതെ, 5 4നേക്കാളും ഗ്രേറ്റർ ആണ്, അതായത് നമ്മളിവിടെ സോർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഈ 5 റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ 2 പൊസിഷനിലും 5 വന്നു. അത് കഴിഞ്ഞ് 4 നോക്കണം. 4
3യുമാണുള്ളത്. 3 ലെസ്സർ ആണ്. അപ്പൊ 3 കറക്റ്റ് പൊസിഷനിൽ തന്നെയാണുള്ളത്. സോ നമുക്ക് ഇനി കമ്പയർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഓൾറെഡി ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ 4നെ കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം. അതായത് ഈ ഒരു പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇത് 3 എന്തായി, സോർട്ടഡ് ആയി വന്നു. ഇനി ഈ 2 സോർട്ട് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ഫേസിലേക്ക് പോകണം. അടുത്ത ഫേസിലേക്ക് പോകുമ്പോൾ 1ഉമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. 1ഉം 2ഉം അൺസോർട്ടഡും ഇത് സോർട്ടഡും ആണ്. ഈ 1 എല്ലാ സോർട്ടഡ് എലമെന്റ്സും ലെഫ്റ്റ് ടു റൈറ്റ് കമ്പയർ ചെയ്യണം. 5 4നേക്കാളും ഗ്രേറ്റർ 1നേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഫസ്റ്റ് നമ്മൾ 5നെ റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 5 5 ആയി. ഇനി നമ്മൾ 1ഉം 4ഉം കമ്പയർ ചെയ്യണം. എഗെയിൻ ഗ്രേറ്റർ ആണ്. 4നെയും റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 3യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3യും ഗ്രേറ്റർ ആണ്. അപ്പൊ 3നെയും റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കറക്റ്റ് പൊസിഷനിൽ 1നെ ഇൻസേർട്ട് ചെയ്തു. അതായത് ഈ 3 ഈ 4 സോർട്ട് ചെയ്തു. ഇനി നമുക്ക് സോർട്ട് ചെയ്യാനുള്ളത് ഈ 2 ആണ്. സോ നമ്മൾ നെക്സ്റ്റ് വരിക 2വിനെ ഈ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് കമ്പയർ ചെയ്യാൻ 5നേക്കാളും ഗ്രേറ്റർ ആണ്. സോ 5നെ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. 4നേക്കാളും ലെസ്സർ ആണ്, മീൻസ് 4നെ മൂവ് ചെയ്യണം. 4 റൈറ്റിലേക്ക് മൂവ് ചെയ്തു. 3നേക്കാളും ലെസ്സർ ആണ്, 3 മൂവ് ചെയ്തു. 1നേക്കാളും ലെസ്സർ ആണ്, വേറെ എലമെന്റ്സ് ഒന്നുമില്ല. സോ 2 ആ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്തു. കറക്റ്റ് നമുക്ക് സോർട്ടർ ഓർഡർ ആയി. ഇപ്പൊ ഇൻസേർഷൻ സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സോർട്ടഡും അൺസോർട്ടഡും ഉണ്ടാവും. ഫസ്റ്റ് എലമെന്റിനെയാണ് നോർമലി നമ്മൾ സോർട്ടഡ് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സോർട്ട് ആൻഡ് അൺസോർട്ടഡ് എന്നൊരു എലമെന്റ് എടുത്ത് ലെഫ്റ്റിലെ സോർട്ടഡുമായിട്ട് കമ്പയർ ചെയ്യുക. ഈ സോർട്ടഡ് അൺസോർട്ടഡിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ആ സോർട്ടഡ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. 5 മൂവ് ചെയ്തു. ഇനി കമ്പയർ ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ ആ ഒരു അൺസോർട്ടഡ് എലമെന്റിനെ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്തു. നിങ്ങൾ കോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. നമുക്ക് ഇൻസേർഷൻ സോർട്ടിന്റെ സൊല്യൂഷൻ എഴുതാം. ഫസ്റ്റ് ഞാൻ ഇൻസേർഷൻ സോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതുവാണ്. ഇൻപുട്ട് എന്തായിരിക്കും, നമുക്ക് ഏത് അരേനെയാണോ സോർട്ട് ചെയ്യേണ്ടത് ആ അരയായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 പോർഷൻ ഉണ്ടാവും. ഒന്ന് നമുക്ക് സോർട്ട് ചെയ്യേണ്ട പോർഷനും രണ്ടാമത്തത് അൺസോർട്ടഡ് ആയിട്ടുള്ള പോർഷനും അല്ലെ. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ആണ്, ഇപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് ആണ് സോർട്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇൻഡെക്സ് 1ലുള്ളത്, അതായത് ഈ 1 തൊട്ട് അരേന്റെ എൻഡ് വരെ എന്തായിരിക്കും, അൺസോർട്ടഡ് ആയിരിക്കും അല്ലെ. നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് ഇതിലെ ഓരോ എലമെന്റിനെ എടുത്ത് ഈ സോർട്ടഡുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യേണ്ടത്. സോ നമ്മൾ ലൂപ്പ് ചെയ്യേണ്ടത് ഏതാണ്, ഫോർ ലെറ്റ് I equal to 1 ഫസ്റ്റ് എലമെന്റ് മീൻസ് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള, അതായത് സെക്കൻഡ് എലമെന്റ് തൊട്ട് I ലെസ് ദാൻ അരേ ഡോട്ട് ലെങ്ത്, അരേന്റെ എൻഡ് വരെ നമ്മൾ കമ്പയർ ചെയ്യണം. ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ ഈ രണ്ടാമത്തെ എലമെന്റ്, ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ 3 മുതൽ 2 വരെ വേണം. 1 തൊട്ട് അരേന്റെ എൻഡ് വരെ നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് കമ്പയർ ചെയ്യണം. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട എലമെന്റ്, അതായത് നമുക്ക് ഈ രണ്ടാമത്തെ എലമെന്റ് അല്ലേ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അത് നമ്പർ ടു ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്കാണ് ഞാൻ എടുത്തു വെക്കുന്നത്. ആ എലമെന്റ് ഏതായിരിക്കും, നമ്മുടെ ഐയിലുള്ള എലമെന്റ്. അതായത് ഇപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ എലമെന്റ് നമുക്ക് ഈ 3 ആയിരിക്കും. അത് ഞാൻ ഒരു വേരിയബിളിലേക്ക് എടുത്തു വെച്ചു. ഇനി നമുക്ക് ഏത് പൊസിഷനിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, മീൻസ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇപ്പൊ നിൽക്കുന്ന എലമെന്റ്, നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് പ്രീവിയസ് നമ്പറുമായിട്ടാണ് അല്ലെ. അപ്പൊ അത് സോർട്ടഡ് ലെഫ്റ്റിലേക്ക് എത്ര സോർട്ടഡ് എലമെന്റ്സ് ഉണ്ടോ അത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് പ്രീവിയസുമായിട്ടാണ്. ഇപ്പൊ ജെ ആണ് എനിക്ക് സോർട്ടഡ് എലമെന്റ് കമ്പയർ ചെയ്യേണ്ട ഫസ്റ്റ് എലമെന്റ് എന്ന് വിചാരിച്ചു. അപ്പൊ ജെയിന്റെ വാല്യൂ എന്തായിരിക്കും, I-1 ആയിരിക്കും അല്ലെ. എടുത്തു. ഇനി നമ്മൾ എല്ലാ സോർട്ടഡ് എലമെന്റ്സിൽ കൂടെയും ലൂപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൺസോർട്ടഡ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ കൂടിയാണ്. അതിൽ ഫസ്റ്റ് എലമെന്റ് എടുത്തു. ഇനി എനിക്ക് എല്ലാ സോർട്ടഡ് എലമെന്റ്സിൽ കൂടെയും കമ്പയർ ചെയ്ത് ഇപ്പം നിൽക്കുന്ന എലമെന്റ് ആ സോർട്ട് ചെയ്തിരിക്കുന്ന എലമെന്റിനേക്കാളും ചെറുതാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ സ്വാപ്പ് ചെയ്യണം. സോ ഇവിടെ ഞാൻ വൈൽ ലൂപ്പ് എഴുതുവാണ്. വൈൽ ജെയിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് ഫസ്റ്റ് എലമെന്റ് വരെ ലൂപ്പ് ചെയ്യണം. ലൂപ്പ് ചെയ്തിട്ട് ഇൻ കേസ് എലമെന്റ് ലെസ്സർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, J+1ലേക്ക്, അതായത് ഇൻസേർട്ട് ചെയ്യേണ്ട തൊട്ട് പ്രീവിയസിന്റെ നമുക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ലെസ്സർ ആണെങ്കിൽ.
J+1 ഇപ്പൊ എന്താണോ ജെയിലുള്ള വാല്യൂ അതിനെ കൊണ്ട് നമ്മൾ ആ 5നെ റൈറ്റിലേക്ക് സെറ്റ് ചെയ്തില്ലേ, അത് തന്നെ. അതായത് നമ്മൾ 3യും 5ഉം കമ്പയർ ചെയ്തു, 5 ഗ്രേറ്റർ ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ജെ, ഇത് സോറി ഇതാണ് നമ്മുടെ ജെ, ഇത് J+1. J+1 5നെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ നമുക്ക് വെറുതെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അതായത് ജെയിന്റെ വാല്യൂ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന നമ്പറിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന നമ്പറിനേക്കാളും ഗ്രേറ്റർ ആണ് ജെയിലുള്ള വാല്യൂ എങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻസേർട്ട് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, ജെയിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് എലമെന്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇനി നമ്മൾ ഫൈനലി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ 5നെ ഇങ്ങോട്ട് മാറ്റി, അതായത് ഇതിന്റെ തൊട്ട് പ്രീവിയസിലേക്ക് ഇപ്പൊ 5ന്റെ പൊസിഷനിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ 3നെ ഇൻസേർട്ട് ചെയ്യണം അല്ലെ. അതായത് ജെയിനെ ഡിക്രിമെന്റ് ചെയ്തു, സോ J+1 എന്ത് ചെയ്യണം, നമ്പറിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അരേ വരും, അരേന്റെ ഫസ്റ്റ് എലമെന്റ് തൊട്ട് എൻഡ് വരെ കമ്പയർ ചെയ്യും. അപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ട എലമെന്റിനെ നമ്മൾ ഫസ്റ്റ് ഫെച്ച് ചെയ്യും. എന്നിട്ട് J+1 അതാണ് അതിന്റെ സോർട്ടഡ് എലമെന്റ് എന്ന് പറയുന്നത്, അതിന്റെ തൊട്ട് പ്രീവിയസ് ആയിരിക്കും. എന്നിട്ട് ആ എലമെന്റ് ഗ്രേറ്റർ ആണെങ്കിൽ ആ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യും. നമ്മുടെ അതായത് രണ്ടാമത്തെ എലമെന്റിനേക്കാളും ഗ്രേറ്റർ ആണ് പ്രീവിയസ് എലമെന്റ് എങ്കിൽ ആ രണ്ടാമത്തെ സോർട്ടഡ് എലമെന്റിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട നമ്പറിനെ കൊണ്ടുവന്ന് വെക്കും. ഫൈനലി ഞാൻ ഈ അരേനെ റിട്ടേൺ ചെയ്യുവാണ്. കൺസോൾ ലോഗ് ചെയ്തിട്ട് ഇൻസേർഷൻ സോർട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ഞാൻ എൻ്റെ ഈ സെയിം അരേ തന്നെയാണ് കേട്ടോ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് സോർട്ടഡ് അരേ കിട്ടി. 1 2 3 4 5. അപ്പൊ ഞാൻ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ഒരു ഡയഗ്രം എടുത്തിട്ട് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. അതായത് ഈ ഓരോ സ്റ്റെപ്പും നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു മാനുവലി ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കോഡ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ കോഡ് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ക്വിക്ക് സോർട്ട് വർക്ക് ചെയ്തതെന്ന് നോക്കാം. ഇത് നമ്മൾ പ്രീവിയസ് ചെയ്ത ബബിൾ സോർട്ടിനേക്കാളും അതോടെ ഇൻസേർഷൻ സോർട്ടിനേക്കാളും ഒക്കെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള അൽഗോരിതം ആണ് കേട്ടോ. നമ്മൾ റിക്കേർഷന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി ആണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു പിവട്ട് എലമെന്റ് ഉണ്ട്. ഇവിടെ ഒരു പിവട്ട് എലമെന്റ് ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് ഇപ്പോ നമുക്ക് ഈ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഫസ്റ്റ് എലമെന്റോ ലാസ്റ്റ് എലമെന്റോ സ്മോളസ്റ്റ് എലമെന്റോ റാൻഡം ആയിട്ട് ഏതൊരു എലമെന്റോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് നമുക്ക് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഈ അരേന്ന് ഒരു പിവറ്റ് എലമെന്റിനെ ചൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഈ കേസിൽ എടുക്കുന്നത് എന്റെ ലാസ്റ്റ് എലമെന്റിനെയാണ് പിവറ്റ് എലമെന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്റെ അരേനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ലെഫ്റ്റ് അരയും ഉണ്ടാവും, ഒരു റൈറ്റ് അരയും ഉണ്ടാവും. ലെഫ്റ്റ് അരേന്റെ പ്രത്യേകത നമ്മൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന എലമെന്റിനേക്കാളും ലെസർ ആയിട്ടുള്ളതെല്ലാം എന്റെ ലെഫ്റ്റ് അരയിലും ഗ്രേറ്റർ ആയിട്ടുള്ളതെല്ലാം എന്റെ റൈറ്റ് അരയിലും പോകും. അതായത് ഡിവൈഡ് ചെയ്യും ഇവിടെ. അപ്പൊ നമ്മുടെ ഈ കേസിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ 2വിനേക്കാളും ലെസർ ആയിട്ടുള്ളത് 1 മാത്രമേ ഉള്ളൂ. സോ എന്റെ ലെഫ്റ്റ് അരയിൽ ഒരു എലമെന്റേ ഉള്ളൂ 1. ഇനി ബാക്കിയുള്ള 5 3 4 ഈ 3 എലമെന്റും എന്തായിരിക്കും, എന്റെ റൈറ്റ് അരയിലായിരിക്കും. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് വന്നു, 2വിനെ ചൂസ് ചെയ്തു. 2വിനെ ചൂസ് ചെയ്തിട്ട് പിന്നെ 2വിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 1 എന്ന് പറഞ്ഞിട്ട് ഒരു അരയുണ്ട്. റൈറ്റ് സൈഡിൽ 5 3 4 ഇത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള അരയും ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള അരയും ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇനി സോർട്ട് ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി സോർട്ടഡ് ആണ്. സോ ഇതിനെ അങ്ങനെ തന്നെ നിർത്തുക. ഇത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരിക. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ 3 എലമെന്റ്സ് അല്ലേ നമ്മുടെ കയ്യിലുള്ളത്, 5ഉം 3ഉം 4ഉം. എഗെയിൻ നമ്മുടെ സ്റ്റെപ്പ് 1 ഇവിടെ കണ്ടിന്യൂ ചെയ്യുക. അതായത് ഇവിടുന്ന് നമ്മൾ എഗെയിൻ ഒരു പിവറ്റ് എലമെന്റിനെ ചൂസ് ചെയ്യാം. നമുക്ക് ഈ 4നെ ചൂസ് ചെയ്യാം. എന്നിട്ട് എഗെയിൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ 4നേക്കാളും ലെസർ ആയിട്ടുള്ളത് ലെഫ്റ്റും ഗ്രേറ്റർ ആയിട്ടുള്ളത് റൈറ്റിലും. അപ്പോ 4നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളത് 3 ലെഫ്റ്റിലേക്കും പോവും, പിന്നെ 5 റൈറ്റിലേക്കും പോകും. അപ്പൊ നമുക്ക് എങ്ങനെ വരും, ഈ ഒരു ഫോർമാറ്റിൽ വരും അല്ലെ. നമ്മുടെ പിവറ്റ് എലമെന്റ് 4 ആണ്. അതിനേക്കാളും ലെസർ ആയിട്ടുള്ളത് 3 ലെഫ്റ്റിലും വരും, അതുപോലെ തന്നെ ഗ്രേറ്റർ 5ഉം വരും. ഇനി നമുക്ക് ഈ
3യും 5ലും പിന്നെ ചൂസ് ചെയ്യാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മെർജ് ചെയ്ത് പോകണം. അപ്പൊ ഇതിന്റെ തൊട്ട് മേലെ ആയിരുന്നു എന്തുണ്ടായിരുന്നത്? 4 ഉണ്ടായിരുന്നത്. അപ്പൊ 3നെ 4നെയും ഫസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് മേലെ പോയിട്ട് 4നെ മെർജ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് ഒരു പോർഷൻ സോർട്ടഡ് ആയിട്ട് കിട്ടി. അതായത് 3,4,5 കിട്ടി, സോർട്ടഡ് ആയിട്ട് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ തൊട്ട് മേലത്തെ എലമെന്റ്, അതായത് നമ്മളിവിടെ ഓൾറെഡി എടുത്തു വെച്ചിരുന്ന, അപ്പൊ ഇതിന് നമ്മൾ സോർട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരുന്ന ഈ 1നെ എടുക്കുക. അപ്പൊ 1ഉം അതുപോലെ തന്നെ പിവട്ട് എലമെന്റ് 2ഉം ഉണ്ട്. അപ്പൊ എന്തായി? 1, 2, 3, 4, 5 സോർട്ടഡ് ആയിട്ട് വന്നില്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അറേ എടുക്കുക, അതിനൊരു പിവട്ട് എലമെന്റിനെ ചൂസ് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ട് ലെഫ്റ്റും റൈറ്റും അറേ ക്രിയേറ്റ് ചെയ്യുക. എഗെയിൻ ആ ലെഫ്റ്റിനെയും റൈറ്റിനെയും പിന്നെയും ഒരു പിവട്ട് എലമെന്റിനെ ചൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വരിക. ഫൈനൽ എലമെന്റ് എത്തിക്കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ മെർജ് ചെയ്ത് പോവുക. അങ്ങനെ മെർജ് ചെയ്യുമ്പോൾ ഫൈനലി നമുക്കൊരു സോർട്ടഡ് അറേ ആയിരിക്കും കിട്ടുന്നത്. ഈ കേസിലാണെങ്കിൽ 1, 2, 3, 4, 5 കിട്ടും. ഇതാണ് ക്വിക്ക് സോർട്ട്. സോറി, ഞാൻ ഹെഡിങ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്വിക്ക് സോർട്ട് നിങ്ങൾക്ക് കോഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. അപ്പൊ നമുക്ക് ക്വിക്ക് സോർട്ടിന് സൊല്യൂഷൻ ചെയ്യാം. ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ ഫംഗ്ഷൻ എഴുതുക. അറേ ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു പിവട്ട് എലമെന്റിനെ ചൂസ് ചെയ്യണം എന്നല്ലേ. നമ്മൾ പറഞ്ഞത് അരേന്റെ ലാസ്റ്റ് എലമെന്റിനെ ചൂസ് ചെയ്യാനായിരുന്നു. സോ അരേ ഡോട്ട് ലെങ്ത് -1 ലാസ്റ്റ് എലമെന്റ് ആക്സസ് ചെയ്ത് പിവട്ട് എലമെന്റ് ആയിട്ട് എടുത്തു വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എലമെന്റിനെ ബേസ് ചെയ്തിട്ട് ലെഫ്റ്റും റൈറ്റും അരേ കണ്ടുപിടിക്കണം. അപ്പൊ ഈ എലമെന്റിനേക്കാളും ലെസ്സർ ആയിട്ടുള്ളത് ലെഫ്റ്റിലേക്കും ഗ്രേറ്റർ ആയിട്ടുള്ളത് റൈറ്റിലേക്കും പോകണം. സോ let I equal to 0, I less than array dot length I plus plus. ഇനി ഞാൻ ലെഫ്റ്റ് അരേ വാല്യൂസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എംപ്റ്റി അരേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് എലമെന്റ്സിന്റെ വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂം സേവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അരേന്റെ ഈ ith പൊസിഷനിലുള്ള എലമെന്റ് ഈ ഒരു പിവട്ടിനേക്കാളും നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പിവട്ട് വാല്യൂവിനേക്കാളും ലെസ്സർ ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. സോ പുഷ് മെത്തേഡിനെ കോൾ ചെയ്യുക, അരേ ഓഫ് ഐനെ പുഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് വേണം പോവാൻ. എൽസ് റൈറ്റിലേക്ക് പുഷ് ചെയ്യാം ഐനെ. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ എലമെന്റ്സിനും ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഓരോ ലെഫ്റ്റ് അരയ്ക്കും റൈറ്റ് അരയും എഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് പിവട്ട് എലമെന്റിനെ ചൂസ് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, ലെഫ്റ്റും റൈറ്റും അരേ ഫൈൻഡ് ചെയ്യണം അല്ലെ. ഇതിനെ റിക്കേഴ്സീവ് ആയിട്ട് കോൾ ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ രണ്ടരയും റിട്ടേൺ ചെയ്യുന്ന റിസൾട്ടിനെ മെർജ് ചെയ്യണം. സോ നമ്മൾ റിക്കേഴ്സീവ് ആയിട്ട് കോൾ ചെയ്യണം, അതേപോലെ തന്നെ അരേനെ റിട്ടേൺ ചെയ്യണം. സോ ക്വിക്ക് സോർട്ട് ഓഫ് ലെഫ്റ്റിനെ കോൾ ചെയ്യാം, ലെഫ്റ്റിനെ പാസ് ചെയ്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ ഈ പിവട്ട് എലമെന്റിനെ ഇൻ ബിറ്റ്വീൻ എപ്പോഴും ആ പിവട്ട് എലമെന്റ് ആയിരിക്കുമല്ലോ വരിക. അതുപോലെ തന്നെ ക്വിക്ക് സോർട്ടിനെ കോൾ ചെയ്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് മാറിപ്പോയി. റൈറ്റിനെയും പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായി? നമുക്ക് വന്നിരിക്കുന്ന ലെഫ്റ്റിനെ എഗെയിൻ നമ്മൾ റിക്കേഴ്സീവ്ലി ലെഫ്റ്റിനെ കോൾ ചെയ്യുന്നു, അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് വരുന്ന എക്സിസ്റ്റിങ്ങിനോട് മെർജ് ചെയ്യുന്നു. സ്പ്രെഡ് ഓപ്പറേറ്റർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കൺസോൾ ലോഗ് ചെയ്യാം. ക്വിക്ക് സോർട്ട് ഓഫ് നമുക്കിവിടെ ഇൻഫൈനൈറ്റ് ലൂപ്പ് ഫോം ചെയ്യും. അതിന്റെ റീസൺ എന്താ? നമ്മൾ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എഴുതിയിട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ആ റിസൾട്ടിൽ കണ്ടു, ഒരു എലമെന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ അരേന്റെ
ലെങ്ത് ചെക്ക് ചെയ്യുക, ലെസ് ദാൻ 2 ആവുന്ന ടൈമിൽ തന്നെ റിട്ടേൺ ചെയ്യും. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ആ 1 2 3 4 5 നമുക്ക് സോർട്ടഡ് അരേ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, അരേ വരുന്നു, നമ്മൾ ലെസ് ദാൻ 2 ആണെങ്കിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റിട്ടേൺ ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പിവറ്റ് എലമെന്റിനെ ചൂസ് ചെയ്യുന്നു, ലെഫ്റ്റും റൈറ്റും അരേ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് ഈ എലമെന്റിനേക്കാളും ലെസർ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അരയിലും, ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് അരയിലും പുഷ് ചെയ്യുന്നു. എഗെയിൻ ഈ ലെഫ്റ്റും റൈറ്റിനെയും നമ്മൾ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പ്രെഡ് ഓപ്പറേറ്റർ ടു റിക്കർസീവ് ആയിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫൈനൽ നമ്മൾ ആ ലാസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് ലാസ്റ്റ് എലമെന്റ് എത്തുമ്പോൾ എൻ്റയർ അരേനെ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഇതാണ് ക്വിക്ക് സോർട്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫൈനൽ സോർട്ടിംഗ് അൽഗോരിതം മെർജ് സോർട്ട് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മൾ പ്രീവിയസ് ക്വിക്ക് സോർട്ട് പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെ നമുക്കൊരു പിവറ്റ് എലമെന്റ് ഉണ്ടാവും, ഇവിടെ അത് ഉണ്ടാവില്ല. ഇവിടെ ജസ്റ്റ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ആണ്, പ്രോപ്പർ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മുടെ എൻ്റയർ അരേനെ സ്പ്ലിറ്റ് ചെയ്ത് അണ്ടിൽ ഓരോ സബ് അരേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓരോ സബ് അരയിലും 0 അല്ലെങ്കിൽ 1 എലമെന്റ് വരുന്നത് വരെ, അറ്റ്ലീസ്റ്റ് 1 എലമെന്റ് വരുന്നത് വരെ എൻ്റയർ അരേനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിവൈഡ് ആണ്. അപ്പൊ സബ് അരേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അണ്ടിൽ 1 എലമെന്റ് ആവുന്നത് വരെ എല്ലാ സബ് അരേസിലും. നെക്സ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് ഇതിനെ മെർജ് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിവൈഡും സെക്കൻഡ് സ്റ്റെപ്പിൽ മെർജും ആണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സെയിം അരേ തന്നെ എടുക്കാം, 5 3 4 1 2. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ഡിവൈഡ് ആ ചെയ്യുന്നതെന്ന്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മിഡിലിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ 5ഉം 3ഉം ഒരു സബ് അരയും 4 1 2ഉം രണ്ടാമത്തെ സബ് അരയുമാണ്. പിന്നെ ഇതിൽ രണ്ടരയിലും ഒന്നിക്കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. ആദ്യം 5നെയും 3നെയും 5 3 എന്ന് പറഞ്ഞ് എഗെയിൻ സബ് അരേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഓരോ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, വേറെ എലമെന്റ്സ് ഇല്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് അരേ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സബ് അരയിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ അരയിലും സബ് അരേസിലും സിംഗിൾ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത് 4 1 2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സബ് അരേ ഉണ്ടല്ലേ, അതിന് എഗെയിൻ മിഡിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യത്തിൽ 4ഉം രണ്ടാമത്തേതിൽ 1ഉം 2ഉം എലമെന്റ് ഉണ്ടാവും. എഗെയിൻ ഇതിനകത്ത് 4ൽ ഒരു എലമെന്റേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എഗെയിൻ ഈ 1നെയും 2വിനെയും പിന്നെ സ്പ്ലിറ്റ് ചെയ്യും 1ഉം 2ഉം ആയിട്ട്. ഓക്കെ, അപ്പൊ ഫൈനലി ഇതായിരിക്കും നമ്മുടെ സബ് അരേസ്. നമുക്ക് മൊത്തം 5 സബ് അരേസ് ഉണ്ട്, ഓരോന്നിലും സിംഗിൾ എലമെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു, ഡിവൈഡ് എന്നുള്ള സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ മെർജ് ചെയ്യണം. അപ്പൊ മെർജ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഈ എല്ലാ ഇൻഡിവിജ്വൽ എലമെന്റ്സും 5 3 4 1 2 എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓരോ 2 എലമെന്റും ഓരോ 2 സബ് അരേസും എടുക്കും, കമ്പയർ ചെയ്യും, ടെമ്പററി അരയിലേക്ക് പുഷ് ചെയ്യും. അതായത് ആദ്യം നമ്മൾ ഇപ്പൊ 5ഉം 3ഉം അല്ലേ ആദ്യത്തെ സബ് അരേ വരുന്നത്, അതെടുക്കുക. അപ്പൊ 5ഉം 3ഉം എടുക്കുക, അതിനെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ലെസ്സർ ആയിട്ടുള്ള എലമെന്റ് അത് നമ്മൾ ടെമ്പററി അരയിലേക്ക് പുഷ് ചെയ്യണം. അപ്പൊ ഇവിടെ 5ഉം 3ഉം കമ്പയർ ചെയ്യുമ്പോൾ 3 ആണ് ലെസ്സർ ആയിട്ടുള്ള എലമെന്റ്, അത് ഫസ്റ്റ് നമ്മൾ ഈ ടെമ്പറയിലേക്ക് പുഷ് ചെയ്യും. പിന്നെ നമ്മൾ അടുത്ത എലമെന്റ് ചെക്ക് ചെയ്യണം. പിന്നെ ഒരു എലമെന്റേ ഉള്ളൂ, അത് അതിന്റെ റൈറ്റിലേക്ക്, ഗ്രേറ്റർ ആയതുകൊണ്ട് റൈറ്റിലേക്ക് പുഷ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ടെമ്പററി അരേ 3 5 കിട്ടി. അതേപോലെ തന്നെ 1ഉം 2ഉം എടുക്കണം. ലെസ്സർ ആയിട്ടുള്ളതിനെ ഫസ്റ്റ് ടെമ്പററി അരയിലേക്ക് പുഷ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതിനെ അപ്പം 2ഉം പുഷ് ചെയ്തു. അപ്പൊ നമുക്ക് എഗെയിൻ 2 സബ് അരേ ആയിട്ട് നമ്മൾ ഇതിനെ മെർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ 1ഉം 2ഉം പിന്നെ നമുക്കുള്ളത് 4 അല്ലേ, അതായത് ഇവിടെ നമ്മൾ 1ഉം 2ഉം സോർട്ടഡ് അരേ ആക്കി. അതുപോലെ തന്നെ 3നെയും 5നെയും സോർട്ട് ചെയ്ത് നമുക്ക് 3 സബ് അരേസ് ആണ് ഇനിയുള്ളത്. ഇത് 2 ഇതൊന്ന് ഇൻഡിവിജ്വല്, പിന്നെ ഇത് 2. അപ്പൊ ആദ്യത്തത് അവസാനത്തത് നമ്മൾ സോർട്ട് ചെയ്ത് 2 ടെമ്പററി അരയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ 4നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1ഉം 2ഉം സബ് അരേ ആയിട്ട് ഫസ്റ്റ് കമ്പയർ ചെയ്യണം. 4 1നേക്കാളും ഗ്രേറ്റർ ആണ്, 2വിനേക്കാളും ഗ്രേറ്റർ ആണ്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ 4 ആണ് ഗ്രേറ്റർ. സോ 1നെയും ടെമ്പററി അരയിലേക്ക് ആഡ് ചെയ്യുക, 2വിനെയും ടെമ്പററി അരയിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിനേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് ഫൈനലി പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് അരയിൽ ഒന്നും ഇല്ലല്ലോ, ഈ 4 മാത്രമേ ഉള്ളൂ, അതിനെയും പുഷ് ചെയ്യുക. അപ്പൊ നമ്മൾ 1 2 4 ഇതിനെ പ്രോപ്പർ ആയിട്ട് കമ്പയർ ചെയ്ത് സോർട്ട് ചെയ്ത് ഒരു ടെമ്പററി അരയിൽ ഉണ്ട്. ഇപ്പൊ നമുക്ക് 1 2 4 എന്ന് പറഞ്ഞ ഒരു ടെമ്പററി അരയും 3 4 എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പററി അരയും ഉണ്ട്. അതായത് ഇത് 2 ഉണ്ട്, 3 4ഉം 1 2 4ഉം. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതിനെ മെർജ് ചെയ്യണം. ഇതിനെ മെർജ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് എടുക്കണം,
3 എടുക്കണം. ഇതിൽ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പൊ 3 1-നേക്കാളും ഗ്രേറ്റർ ആണ്, 2-നേക്കാളും ഗ്രേറ്റർ ആണ്. സോ 1 ടെമ്പററി അറേയിലേക്ക് ആഡ് ചെയ്യുക, 2 ടെമ്പററി അറേയിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് 3 4-നേക്കാളും ലെസർ ആയതുകൊണ്ട് 3 ടെമ്പററി അറേയിലേക്ക് ആഡ് ചെയ്യുക. ഫൈനലി ഈ റൈറ്റ് അറേയിൽ ഒരു എലമെന്റേ ഉള്ളൂ, അത് എൻഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഈ എലമെന്റ് എടുക്കുന്നു, എല്ലാ എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് പുതിയൊരു ടെമ്പററി അറേ ക്രിയേറ്റ് ചെയ്തു. ഒരു പുതിയൊരു സബ് അറേ കിട്ടി 1 2 3 4. ഇനി നമ്മുടെ ലെഫ്റ്റ് അറേയിൽ ഈ ഒരു 5 മാത്രമേ ഉള്ളൂ. അഗെയിൻ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും ഒക്കെ ഗ്രേറ്റർ ആയതുകൊണ്ട് എൻഡിലേക്ക് 5നെ ആഡ് ചെയ്യാം. അപ്പൊ ഫൈനലി നമുക്ക് സോർട്ടഡ് അറേ 1 2 3 4 5 കിട്ടി. അപ്പൊ ഇത് ബേസിക്കലി മെർജ് സോർട്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോൺകർ ആണ്. ആദ്യം നമ്മൾ സബ് അറേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അണ്ടിൽ ഈ സബ് അറേയിൽ 0 or 1 എലമെന്റ് വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പയർ ചെയ്തതിന് മെർജ് ചെയ്ത് ഫൈനലി നമുക്ക് സോർട്ടഡ് അറേ കിട്ടും. ടെമ്പററി അറേയിലേക്കാണ് പുഷ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് കോഡിങ് ചെയ്യാം. നമുക്ക് കോഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മെർജ് സോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതണം. സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ വരുന്ന അറേ ആയിരിക്കും അതിന്റെ ഇൻപുട്ട് വരുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പ്രീവിയസ് സോർട്ടിന്റെ കേസിൽ, അതായത് ക്വിക്ക് സോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിവൈഡും സെക്കൻഡ് സ്റ്റെപ്പ് മെർജും ആണെന്നല്ലേ. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് വരെയാണ് മെർജ് ചെയ്യേണ്ടത്? ഈ അറേ സബ് അറേന്റെ ലെങ്ത് 1 ആവുന്നത് വരെ, അതായത് എല്ലാ സബ് അറേസിലും 1 എലമെന്റ്സ് ഉണ്ടാവുന്നത് വരെ ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടെർമിനേറ്റിംഗ് കണ്ടീഷൻ എഴുതണം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ പ്രീവിയസ് സോർട്ടില് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. <2 ആവുന്നത് വരെ, <2 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിംപ്ലി അറേനെ റിട്ടേൺ ചെയ്താൽ മതി. നമ്മൾ എല്ലാ സബ് അറേസിനെയും ഡിവൈഡ് ചെയ്ത് എല്ലാത്തിനും ഓരോ എലമെന്റ്സ്, അതായത് നമ്മുടെ പ്രീവിയസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് വരെ ഈ എൻറ്റയർ അറേനെ മെർജ് ചെയ്യും. മെർജ് ചെയ്ത് എല്ലാ സബ് അറേസിനും ഓരോ സിംഗിൾ എലമെന്റ്സ് വരെ നമ്മൾ മെർജ് ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മിഡിലിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മിഡിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിന് മിഡിൽ എലമെന്റ് പോകേണ്ടത് റൈറ്റ് അറേയിലേക്കും, അതുപോലെ തന്നെ ആ മിഡിൽ എലമെന്റ് അല്ലാതെ ബാക്കി എല്ലാ എലമെന്റ്സും പോകേണ്ടത് ലെഫ്റ്റിലേക്കും ആയിരിക്കും അല്ലെ. സോ നമ്മൾ ഫസ്റ്റ് മിഡിൽ ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ കോൺസ്റ്റ് മിഡ് ഈക്വൽ ടു മാറ്റ് ഡോട്ട് ഫ്ലോർ ഓഫ് അറേ ഡോട്ട് ലെങ്ത് ഡിവൈഡഡ് ബൈ 2. നമുക്ക് മിഡിൽ പൊസിഷൻ കിട്ടി. ഇനി ഞാൻ പറഞ്ഞു ലെഫ്റ്റ് അറേനെ ഫൈൻഡ് ചെയ്യണം. ലെഫ്റ്റ് അറേയിൽ നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല? ആ മിഡിൽ എലമെന്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സ്ലൈസ് ഓഫ് 0 തൊട്ട് മിഡിലിന്റെ എൻഡ്. ഇനി നമ്മൾ റൈറ്റ് അറേനെ ഫൈൻഡ് ചെയ്യണം. റൈറ്റ് അറേ എന്ന് പറയുന്നത് എഗെയിൻ എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മുടെ മിഡ് എലമെന്റ് മുതൽ അരേന്റെ എൻഡ് വരെ. അപ്പം മിഡിൽ എലമെന്റ് ഫൈൻഡ് ചെയ്തു, അരേനെ ലെഫ്റ്റ് അരയും റൈറ്റ് അരയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് അരയിലും റൈറ്റ് അരയിലും ഇനിയും എലമെന്റ്സ് ഉണ്ടാവുമല്ലോ. അതായത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 5ഉം 3ഉം 4 1 2 എന്ന് പറഞ്ഞ് 2 അരയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് അഗെയിൻ അണ്ടിൽ ഓരോ എലമെന്റ് ഉള്ളത് വരെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണ്ടേ. സോ നമുക്ക് ഇതിനെ റിക്കേഴ്സീവ് ആയിട്ട് കോൾ ചെയ്യണം അല്ലെ. റിക്കേഴ്സീവ് ആയിട്ട് കോൾ ചെയ്യുമ്പോൾ ലെഫ്റ്റിനെയും, അതായത് മെർജ് സോർട്ട് ഓഫ് ലെഫ്റ്റ് അരയും പാസ് ചെയ്യുക, അതുപോലെ തന്നെ മെർജ് സോർട്ട് ഓഫ് റൈറ്റ് അരയും പാസ് ചെയ്യാം. അപ്പം എല്ലാ എലിമെന്റ്സും അണ്ടിൽ 1 എലമെന്റ് ആവുന്നത് വരെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ മെർജ് ചെയ്യണം അല്ലെ. ഓക്കെ, അപ്പം മെർജ് ചെയ്തിട്ട് വേണം ഇതിന്റെ ഫൈനൽ റിസൾട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അരേ വന്നു, അതിനെ ഈക്വൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, അഗെയിൻ അതിനെ ഫർദർ ഡിവൈഡ് ചെയ്തു അണ്ടിൽ 1 എലമെന്റ്സ് ആവുന്നത് വരെ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അപ്പൊ ഡിവൈഡിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ മെർജിന്റെ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം. മെർജിന്റെ ഫംഗ്ഷനാലിറ്റി ഞാൻ ക്വിക്ക് സോർട്ടിൽ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഫംഗ്ഷൻ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് അരയും റൈറ്റ് അരയും ആയിരിക്കും ഇൻപുട്ട് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു നമ്മളൊരു ടെമ്പററി അരയിലേക്കല്ലേ ഇതിനെ മെർജ് ചെയ്യുമ്പോൾ പുഷ് ചെയ്യുന്നത്. അതായത് ഇപ്പോ ഇത് ഇങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5ഉം 3ഉം കമ്പയർ ചെയ്ത് 3നെ നമ്മൾ പുഷ് ചെയ്യുന്നത് ടെമ്പററി അരയിലേക്കാണ്. സോ നമുക്കൊരു ടെമ്പററി അരേ വേണം അല്ലെ. കോൺസ്റ്റ് സോർട്ടഡ് അരേ ആയിരിക്കും.
ടെമ്പററി അറേ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ലെഫ്റ്റിലെയും റൈറ്റിലെയും ഓരോ എലമെന്റ്സിനെയായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ നമുക്ക് ലൂപ്പ് ചെയ്യണം. ലൂപ്പ് ചെയ്യുമ്പം ലെഫ്റ്റില് എലമെന്റ്സ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ലൂപ്പ് ചെയ്താൽ മതി. അതേപോലെ തന്നെ റൈറ്റിലും ലെങ്ത് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ലെഫ്റ്റ് അരയിലെ ഫസ്റ്റ് എലമെന്റിനെ എടുത്തിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് അരയിലെ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യാം. ലെസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ടെമ്പററി അരയിലേക്ക് പുഷ് ചെയ്യേണ്ടത് ലെഫ്റ്റ് അരയിലെ എലമെന്റ് ആയിരിക്കും അല്ലെ. സോ സോർട്ടഡ് അറേ ഡോട്ട് പുഷ് ഓഫ് ലെഫ്റ്റ് അരേ ഡോട്ട് ഷിഫ്റ്റ്. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് പൊസിഷനിലെ എലമെന്റിനെ റിമൂവ് ചെയ്തിട്ട് ലെഫ്റ്റ് അരയിലെ എലമെന്റ് അതിലേക്ക് പുഷ് ചെയ്യും. ഇനി അല്ല, റൈറ്റ് സൈഡിലെ എലമെന്റ് ആണ് ഗ്രേറ്റർ എങ്കിൽ നമ്മൾ സോർട്ടഡ് അരയിലേക്ക് പുഷ് ചെയ്യേണ്ടത് റൈറ്റ് അരേന്റെ എലമെന്റ് ആയിരിക്കും ഡോട്ട് ഷിഫ്റ്റ്. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഷിഫ്റ്റ് മെത്തേഡ് ആകുമ്പോൾ ആ കറസ്പോണ്ടിങ് പൊസിഷനിലെ എലമെന്റ്സിനെ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു എലമെന്റ് അവിടെ ഇൻസേർട്ട് ചെയ്യും. ഫൈനലി നമ്മൾ ഈ ഒരു എൻറ്റയർ അരേ, അതായത് സോർട്ടഡ് അരയും റൈറ്റ് അരയില് എലമെന്റ്സ്, ലെഫ്റ്റ് അരയില് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെയും അതുപോലെ തന്നെ റൈറ്റ് അരയിലെ എലമെന്റ്സിനെയും കൂടെ സ്പ്രെഡ് ചെയ്ത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്തു, നെക്സ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് ഏതാണോ ലെസ്സർ ആയിട്ടുള്ള എലമെന്റ്സ് അത് ആ സോർട്ടഡ് അരയിലേക്ക് പുഷ് ചെയ്തു. നമുക്ക് കൺസോൾ ലോഗ് ചെയ്ത് ഞാൻ മെത്സോർട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് ഈ ഒരു സെയിം അരേ പാസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള അരേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഇത്രയാണ് ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്ന സോർട്ടിംഗ് അൽഗോരിതം. ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് ബബിൾ സോർട്ട്, പിന്നെ ഇൻസേർഷൻ, സെലക്ഷൻ സോർട്ട്, പിന്നെ മെർജ് ആൻഡ് ക്വിക്ക് സോർട്ട്. സോ ഞാൻ ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ മാത്രം കാണാതെ ഫസ്റ്റ് നിങ്ങൾ പെന്നും പേപ്പറും എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കോഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. ഫസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് കോഡിങ് സിന്റാക്സിലേക്കൊക്കെ പോവുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.